കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അഭിമാന സ്തംഭമായ ക്ലോക്ക് ടവർ ഇനി വീണ്ടും മുഴങ്ങിത്തുടങ്ങും. 1999 2004 ബാച്ചിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ് ക്ലോക്ക് ടവർ നവീകരിച്ചത്. 1963 സ്ഥാപിക്കുമ്പോൾ 10 അടി വീതിയും 10 അടി നീളവുമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലോക്ക് ടവറായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേത്. വൈൻഡിംഗ് സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലോക്കിന് അറ്റകുറ്റപ്പണി ചെയ്യാത്തതിനാൽ 5 വർഷമായി പ്രവർത്തിച്ചിരുന്നില്ല. മുൻപ് നാഴികമണിയുടെ ശബ്ദം ക്യാമ്പസിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുമായിരുന്നു. മെഡിക്കൽ കോളേജിലെ 43ാമത് ബാച്ചാണ് ക്ലോക്ക് ടവർ ആധുനിക രീതിയിലുള്ള നവീകരണത്തിന് മുൻകൈയെടുത്തത്. 1999 2004 ബാച്ചിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ് 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് ടവർ പുനരുജ്ജീവിപ്പിച്ചത്. ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഒരു മാതൃസ്ഥാപനത്തിനുള്ള ഒരു ഉപഹാരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഐക്കോണിക് ക്ലോക്ക് ടവർ, ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ലോക്ക് ടവറായ 10 ഫീറ്റ് ഇൻറ്റു 10 ഫീറ്റുള്ള ഈ ക്ലോക്ക് ടവർ പുനരുജ്ജീവിപ്പിച്ച് വർക്കിംഗ് കണ്ടീഷനിലാക്കുകയും അത് ഏറ്റവും മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് റീബിൽഡ് ചെയ്യും. ഇളം വെള്ള ലൈറ്റ് വരുന്ന രീതിയിൽ എല്ലാ ഡയലിലും വരുന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ രാത്രിയിലും ദൃശ്യമാകുന്ന ദീപങ്ങളോടെയാണ് ടവർ നവീകരിച്ചത്. ലണ്ടൻ നഗരത്തിലെ ബിഗ്മെൻ മാതൃകയിൽ രൂപമാറ്റവും വരുത്തിയിട്ടുണ്ട്. 5 വർഷത്തെ മെയിന്റനൻസ് പ്രവൃത്തിയും നവീകരണ പ്രവൃത്തിയും നിർമ്മാതാക്കളായ കോട്ടയത്തെ ജോയൽ ടൈം ഇൻഡസ്ട്രീസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.